എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വെളിപ്പാട് 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുദ്രകൾ പൊട്ടിച്ച് വിധിയുടെ പുസ്തകം തുറക്കുന്ന ദർശനമാണ് യോഹന്നാൻ ഇവിടെ നൽകുന്നത്. ന്യായവിധിയുടെ ചുരുൾ. അപ്പോൾ ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സംഭവങ്ങൾ നാടകീയമായി പ്രത്യക്ഷപ്പെടുകയാണ്. പുസ്തകം ആരും വായിക്കുന്നില്ല. സംഭവ രൂപത്തിൽ യോഹന്നാൻ ദർശിക്കുന്ന 7 ബാധകൾ, 3 കഷ്ടങ്ങൾ, ഓരോന്നായി ഓരോ മുദ്ര പൊട്ടിക്കും തോറും പ്രത്യക്ഷപ്പെടുന്നത് ഈ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഏറെക്കുറെ 8-ാം അധ്യായം വരെയും നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ജീവിതകാലത്ത് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ചില വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അർത്ഥം. അതല്ല, പ്രാചീന പൗരസ്ത്യ പുരാതന കഥകൾ യോഹന്നാൻ ആശയപ്രകാശനത്തിന് വേണ്ടി ആവിഷ്കരിച്ചതാണെന്ന് മറ്റു ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, അതുപോലെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലും കാണുന്ന വെളിപ്പാട് സാഹിത്യത്തിൻ്റെ മാതൃകയിൽ ദാർശനികനായ യോഹന്നാൻ ഭാവി പ്രത്യാശയെ ചിത്രീകരിക്കുകയാണെന്ന് കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. യുദ്ധം, പഞ്ഞം, വസന്തം, പീഡനം, പ്രപഞ്ചത്തിൻ്റെ തകർച്ചയെ സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ എല്ലാം ഈ മുദ്രകളുടെ പൊട്ടിക്കുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ഒരാശയം തിന്മ വർദ്ധിച്ചു വരുന്നത് അന്ത്യകാല ലക്ഷണം ആകുന്നു എന്നതാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രപഞ്ചത്തിൻ്റെ സകല രൂപഭാവങ്ങളിലും തിന്മയും അധർമ്മവും അക്രമവും അനീതിയും കളിയാടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ദൈവം ഇതിന്മേൽ ന്യായവിധി നടത്തും. എന്നാൽ ഏറ്റവും വലിയ തിന്മ സംഭവിച്ചതിന് ശേഷം മാത്രം ഉണ്ടാകുന്ന അത്യാഹിതത്തെപ്പറ്റി പല എഴുത്തുകാരും താല്പര്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹിത്യ രൂപങ്ങളെ ഏറെക്കുറെ യോഹന്നാൻ ഉപയോഗപ്പെടുത്തി എങ്കിലും അതെല്ലാം സ്വന്തം മൂശയിൽ വാർത്ത് പ്രത്യേക ക്രമപ്രകാരം നിരത്തി വയ്ക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വൈഭവം ഇവിടെ നമുക്ക് കാണാം. 4 കുതിരകളും അതിന്മേൽ ഇരിക്കുന്നവരും. 2 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം. ഒന്നാമത്, ദർശനത്തിൻ്റെ ഉത്ഭവം സഖറിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ളതാണ്. അവിടെ പ്രവാചകൻ ദർശനത്തിൽ 4 കുതിരകളെ കാണുന്നു. ബാബിലോൺ, മിസ്രൈം മുതലായ ദൈവജനത്തെ മർദ്ദിച്ച രാഷ്ട്രങ്ങളോട് പകവീട്ടാൻ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഈ കുതിരകൾ ഭൂവനാധിപതിയായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. സംഹാരത്തിന് ദൈവം ഭൂമിയിലേക്ക് അയക്കുന്ന 4 കൊടുങ്കാറ്റുകളാണ് ഇവ. ദൈവകോപത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ദൂതന്മാർ. ഈ ദർശനത്തെ ആധാരമാക്കിയാണ് യോഹന്നാൻ ഇവിടെ നമുക്ക് നൽകുന്ന ഈ മുദ്രയും അതുപോലെ കുതിരയിൽ മേൽ ഇരിക്കുന്നവനും എന്നത്. എന്നാൽ യോഹന്നാൻ സഖറിയ പ്രവാചകന്റെ ആ പുസ്തകത്തിൽ കാണുന്നത് പോലുള്ള വിശദാംശങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് തരുന്നില്ല. പുതുദർശനത്തിൻ്റെ തന്മയത്വം യോഹന്നാൻ്റെ അവതരണത്തെ കൂടുതൽ നിറം പിടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ ന്യായവിധി എന്ന ആശയം ഈ 2 ഭാഗത്തും നമുക്ക് വ്യക്തമായി കാണാം.
മറ്റൊന്ന്, വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൻ്റെ ഒരു ശരിയായ രീതി ഇവിടെ ശ്രദ്ധേയമാണ്. 4 കുതിരകളും അവയുടെ മേൽ ഇരിക്കുന്ന 4 പേരും 4 നശീകരണ ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു. കാലാന്ത്യത്തിന് മുൻപ് വഷളായ ലോകത്തിന്മേലുണ്ടാകുന്ന ദൈവക്രോധത്തിൻ്റെ കാര്യനിർവാഹകരാണ് ഈ ശക്തികൾ. എന്നാൽ യോഹന്നാൻ അവയെ സംഭവങ്ങളുടെ ചിത്രങ്ങളായി താൻ അന്ന് അറിഞ്ഞിരുന്ന ലോകത്തിൽ തന്നെ, അതായത് റോമാ സാമ്രാജ്യത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി ദർശിക്കുന്നു. കുതിരകളും അവയിൽ സഞ്ചരിക്കുന്നവരും ചരിത്ര പുരുഷന്മാരല്ലെങ്കിലും യോഹന്നാന്റെ കാലത്തെ ഭീകര ചരിത്ര സംഭവങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തി എടുത്ത് ആസന്ന ഭാവിയിൽ നിറവേറാൻ പോകുന്ന അതിഭീകരമായ അന്ത്യത്തിലേക്ക് വിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വർത്തമാനകാല ചരിത്രത്തിൽ ലഭ്യമായ അടയാളങ്ങളെയും പ്രതിരൂപങ്ങളെയും ഭീകരതയുടെ അത്യുച്ചകോടിയിലേക്ക് വളർത്തി ആസന്നമായ അന്ത്യത്തിൻ്റെ മധ്യവർത്തികളാക്കി ഒരു നാടകം പോലെ യോഹന്നാൻ ഇത് അവതരിപ്പിക്കുന്നു. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വിജയചിഹ്നമായ വെള്ളക്കുതിരകളെ കാണുന്നു. 7 മുദ്രകളിൽ ഓരോന്നും പൊട്ടിക്കുമ്പോൾ ഓരോ പുതിയ ഭീകര സംഭവം ഭൂമിയിൽ ഉണ്ടാകുന്നു. 1-ാമത്തെ കഷ്ടം അഥവാ ബാധ ഒരു വെള്ളക്കുതിരയും അതിന്മേൽ ഇരിക്കുന്ന ആളും ചേർന്നുള്ള രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ പ്രതിരൂപത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, അസ്വീകാര്യവും മറ്റേത് സ്വീകാര്യവുമാണ്. വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവൻ ജയാളിയായ ക്രിസ്തുവാകുന്നു എന്നാണ് 1-ാമത്തെ വ്യാഖ്യാനം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11-12 വിശ്വസ്തനും സത്യവാനുമായ ഒരുവൻ അനേകം കിരീടങ്ങൾ ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി ജയാളിയായ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി വരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 19-ൽ പറയുന്ന കിരീടം സ്റ്റെഫാനോസ് എന്നാണ് ഗ്രീക്ക് പദം. അവിടെ കാണുന്നതും 6-ൽ കാണുന്ന കിരീടവും വ്യത്യസ്തങ്ങളാണ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം. ഡയഡേമ എന്നാണ് 6-ാം അധ്യായത്തിൽ കാണുന്ന കിരീടം. അങ്ങനെ ഒരു വാക്കിലാണ് രേഖപ്പെടുത്തുന്നത്. ഒന്ന്, ജയിക്കുന്നവൻ്റെ കിരീടം. 2-ാമത്തേത് രാജ കിരീടമാണ്. അതുമാത്രമല്ല, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നാം പഠിക്കുന്ന ഈ ഭാഗം കഷ്ടങ്ങളിന്മേൽ കഷ്ടം സംഭവിച്ചിരിക്കുന്നതിനെ പറ്റിയാണ്. ഇവിടെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് സന്ദർഭോചിതമല്ല. 2-ാമത്തെ ഒരു വ്യാഖ്യാനം, വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നത് യുദ്ധ ജേതാവാണ്. ഒരു റോമൻ സേനാനായകൻ വിജയം ഘോഷിക്കുമ്പോൾ തൻ്റെ സൈന്യങ്ങളെയും യുദ്ധത്തിൽ പിടിച്ചവരെയും നിരനിരയായി നിർത്തി അദ്ദേഹം ഒരു വെള്ളക്കുതിരപ്പുറത്ത് കയറി രാജപാതകളിൽ കൂടി ജൈത്രയാത്ര നടത്തുക സാധാരണമായിരുന്നു. സാമ്രാജ്യ ദുർമോഹത്തിൻ്റെ പ്രദർശനമാണിത്. യോഹന്നാൻ ഭാവിയെ പറ്റിയുള്ള തൻ്റെ പ്രത്യാശകൾ വായനക്കാർക്ക് സുപരിചിതമായ ചരിത്ര സംഭവങ്ങളുടെയും അടയാളങ്ങളുടെയും ചിത്രീകരണത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ അമ്പും വില്ലും യുദ്ധശക്തിയുടെ പ്രതീകമാണ്. ബാബിലോണിന്മേലുള്ള അന്തിമ വിജയത്തിൽ അവരുടെ ബലവാന്മാരെയും അവരുടെ വില്ലും ദൈവം നശിപ്പിച്ചു കളയുമെന്ന് യിരെമ്യാ പ്രവാചകൻ 51-ാം അധ്യായത്തിൽ പറയുന്നു. യസ്രയിൽ താഴ്വരയിൽ ഇസ്രായേലിൻ്റെ അമ്പ് ദൈവം ഒടിച്ചു കളയുമെന്ന് ഹോശിയ പ്രവചനം 1-ാം അധ്യായത്തിൽ പറയുന്നു. യഹോവയായ ദൈവം വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. റോമാ സാമ്രാജ്യം ഭയപ്പെട്ടിരുന്ന ഏക സൈനിക ശക്തി സാമ്രാജ്യത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്തിരുന്ന പാർത്ഥ്യരുടേതായിരുന്നു. പാർത്ഥ്യരുടെ സൈന്യങ്ങൾ വെള്ളക്കുതിരകൾ മേൽ കയറി അമ്പും വില്ലും കൊണ്ട് ഭീകരയുദ്ധം ചെയ്ത് റോമാ സൈന്യത്തെ കീഴ്പ്പെടുത്തിയ ഒരു ചരിത്ര സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളക്കുതിരപ്പുറത്ത് കയറി കയ്യിൽ അമ്പും പിടിച്ചുകൊണ്ട് വരുന്നവൻ ഭീകരയുദ്ധത്തിൽ സമൂലനാശം സൃഷ്ടിക്കാൻ പോകുന്ന
യുദ്ധവീരനല്ലാതെ മറ്റാരുമല്ല. കാലിക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ സഭയ്ക്ക് നൽകുന്നത്. ആത്യന്തികമായി ഭൂമിയിൽ തിന്മയും അനീതിയും അക്രമവും പെരുകുമ്പോൾ ദൈവത്തിൻ്റെ കോപം അതിന്മേൽ ജ്വലിക്കും എന്ന യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പുതിയ പ്രഭാതത്തിൽ നാം ആയിരിക്കുന്നു. നമുക്കും ദൈവസന്നിധിയിൽ യോഹന്നാന് നൽകിയ ദർശനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള കൂടുതൽ കൃപ തരയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആധ്യാത്മിക ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ദൈവം തമ്പുരാൻ നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇന്ന് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളെയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, വഴുതി പോകാതെ ജീവിപ്പാൻ, ഞങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാതിരിപ്പാൻ, മനസ്സ് പതറിപ്പോകാതിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. അങ്ങയുടെ ആലോചന പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ കരുതലിൽ അവിടുന്ന് വഴി നടത്തണമേ. പുതിയ അനുഭവങ്ങൾ നന്മയായി നൽകണം. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കൃപയും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.